ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ചാപ്റ്റർ 6 ആണ്. ആർട്ടിക്കിൾസ് 79 മുതൽ 85 വരെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ട് കോഡിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നോക്കി പോകുന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. അതിൽ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആകെ 2 പേജുകളുള്ള ചെറിയ ഒരു ചാപ്റ്ററാണ് അവസാന ചാപ്റ്റർ 6. അപ്പോൾ എൻ്റെ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ കേരള ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഡയറക്ഷൻസ് റെഗുലേറ്റിംഗ് ദ എക്സിബിഷൻ ഓഫ് ലോസസ് ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് സർക്കാരിന് വരുന്ന പണനഷ്ടങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ്. ഇഫ് എ ക്ലെയിം ബി റിലിംഗ്വിഷ്ഡ് ദ വാല്യൂ ഓഫ് ദ ക്ലെയിം ഷാൽ നോട്ട് ബി റെക്കോർഡഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ആസ് എ സ്പെസിഫിക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലെയിമിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലെയിം സ്വീകരിക്കുന്നില്ല, അത് വിസമ്മതിക്കുകയാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ വാല്യൂ ഓഫ് ദ ക്ലെയിം, ആ ക്ലെയിം എന്ന് പറയുന്നത് ആ തുക ദാറ്റ് ഷാൽ നോട്ട് ബി റെക്കോർഡഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ആസ് എ സ്പെസിഫിക് ലോസ്, അത് ഒരിക്കലും സർക്കാരിൻ്റെ കണക്കിൽ ഒരു ലോസ് ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല. ഇഫ് മണി ഡ്യൂ ടു ഗവൺമെൻറ് ഹാസ് ആക്ച്വലി റീച്ച്ഡ് എ ഗവൺമെൻറ് സർവൻറ്റ് ആൻഡ് ദെൻ ലോസ്റ്റ്, even though it may not have reached the treasury and thus have passed into the consolidated fund or public account, it should be brought as a receipt into consolidated fund or a public account, then show on the expenditure side by record under a separate head as a loss. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് സർക്കാരിന് അർഹതപ്പെട്ട പണം എത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനിരുന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട ടാക്സ് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. പക്ഷേ ഇത് ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. പക്ഷേ ഇത് ട്രഷറിയിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? പബ്ലിക് ഈ പണം അടയ്ക്കുകയും ചെയ്തു, പക്ഷേ സർക്കാരിന് ഈ പണം ലഭിക്കുകയും ചെയ്തില്ല. ഇത് യഥാർത്ഥത്തിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടിൻ്റെയോ ഭാഗമായിട്ട് വകയിരുത്തേണ്ടതാണ് ട്രഷറിയിൽ. പക്ഷേ എന്ത് ചെയ്യും? ഇത് ഇടയ്ക്ക് വെച്ച് പണം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് ചെയ്യുന്നത് ദെൻ ഷോ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ബൈ റെക്കോർഡിൽ ഇത് സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുകയും ചെയ്യും അണ്ടർ എ സെപ്പറേറ്റ് ഹെഡ് ആസ് എ ലോസ്. സർക്കാരിൻ്റെ നഷ്ടമായിട്ട് ഇത് എക്സ്പെൻഡിച്ചർ ഹെഡിൽ, ഇത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ഇത് റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സർക്കാരിന് കിട്ടേണ്ട പണം അവിടെ അടച്ചു, പക്ഷേ ട്രഷറിയിൽ ഇത് അദ്ദേഹത്തിന് ട്രഷറി കൊണ്ട് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഇത് ലോസ് ആയിട്ടാണ് സർക്കാർ രേഖപ്പെടുന്നത്. കാരണം ഇത് എന്താ, പബ്ലിക് എന്ത് ചെയ്യും? അദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് അടച്ചു കഴിഞ്ഞു, പക്ഷെ സർക്കാരിനത് ലഭിച്ചതുമില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇത് സർക്കാർ ലോസ് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അതുപോലെ മറ്റൊന്നാണ് ലോസസ് ഓർ ഡെഫിഷ്യൻസീസ് need not be recorded under a separate head in the account in case of land, buildings, stores. അപ്പോൾ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലോസസ്, പണനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ്, കുറവ് വരിക, അതായത് പണം അടയ്ക്കേണ്ട തുകയിൽ കുറവ് വരിക അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറവോ അല്ലെങ്കിൽ പണനഷ്ടമോ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് റെക്കോർഡഡ് അണ്ടർ എ സെപ്പറേറ്റ് ഹെഡ് ഇൻ ദ അക്കൗണ്ട്സ്. അപ്പോൾ ലാൻഡിൻ്റെയും ബിൽഡിങ്സിൻ്റെയും സ്റ്റോഴ്സിൻ്റെയും കേസിൽ ഇത് ഒരു സെപ്പറേറ്റ് ഹെഡിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. If any transactions relating to suspense heads or comes under losses, then it must be written off as this head itself. അപ്പോൾ ഇനി ഒരു സസ്പെൻസ് ഹെഡ് എന്താണെന്നൊക്കെ ഞാൻ അക്കൗണ്ട് കോഡിൻ്റെ അതുപോലെ ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു സസ്പെൻസ് ഹെഡിൻ്റെ അണ്ടറിലുള്ള പണമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അപ്പോൾ അവിടെ വരുന്ന ലോസുകൾ സാധാരണ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സസ്പെൻസ് ഹെഡിൻ്റെ അണ്ടറിൽ തന്നെയാണ് അത്
രേഖപ്പെടുത്തി പോകുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, all losses or deficiencies should be recorded under separate heads in accounts. അതായത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ട കരുതേണ്ട പണത്തിലാണ് ഈ നഷ്ടം വരുന്നതെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഹെഡിലാണ്. The acceptance of counterfeit coins or notes shall be regarded as a loss of cash. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കൗണ്ടർഫൈറ്റ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിനിമയത്തിലില്ലാത്ത കോയിൻസ്, അല്ലെങ്കിൽ നോട്ട്സ്, നമ്മൾ പറഞ്ഞു ഫോർജ്ഡ് നോട്ട്സിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ കള്ള നോട്ട് പിടിക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇത് സർക്കാർ അതൊരു ലോസ് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. Recovery made in the course of the year in which the losses are brought to account shall be shown by deduction from the head under which the loss is recorded. ഇനി നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ പണനഷ്ടത്തിൻ്റെ റിക്കവറി എന്തെങ്കിലും പോസിബിൾ ആണെങ്കിൽ അത് നടത്തുന്നതെങ്കിൽ അത് പിന്നീട് രേഖപ്പെടുത്തുന്നത് ഡിഡക്ഷൻ ഫ്രം ദ ഹെഡ് അണ്ടർ വിച്ച് ദ ലോസ് ഈസ് റെക്കോർഡ്. ലോസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഏത് ഹെഡിലാണോ അതിൽ നിന്ന് ആ റിക്കവർ ചെയ്യുന്ന തുക നമ്മൾ കുറവ് വരുത്തും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ലോസ് രേഖപ്പെടുത്തിയ ഹെഡിൻ്റെ ഡിഡക്ഷൻസ് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അതുപോലെ റിക്കവറി പോസിബിൾ ആയിട്ടുള്ള കേസസിൽ ഇഫ് ദ റിക്കവറി ഈസ് മെയ്ഡ് ആഫ്റ്റർ ദ അക്കൗണ്ട് ഇയർ ഈസ് ക്ലോസ്ഡ് ദെൻ ഇറ്റ് ഈസ് ഷോൺ ആസ് റെസിപ്റ്റ്. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ട് ഇയർ കഴിഞ്ഞിട്ടാണ് ഈ റിക്കവറി പോസിബിൾ ആവുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ റിക്കവർ ചെയ്യുന്ന തുകകൾ പിന്നീട് ഇത് സർക്കാരിൻ്റെ ഒരു റെസിപ്റ്റ് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. എ ലോസ് ഓഫ് ക്യാഷ് വിച്ച് ഈസ് റിട്ടൺ ഓഫ് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് എ കണ്ടിജന്റ് ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ് ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് അണ്ടർ ദ ഹെഡ് മിസലേനിയസ്. എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ മറ്റൊരു ലോസ് വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിജന്റ് ചാർജിൻ്റെ അണ്ടറിലാണ് അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് കണ്ടിജന്റ് ചാർജിലാണ് അത് ഡെബിറ്റ് ചെയ്ത് പോകുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോസാണോ ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്, അപ്പോൾ ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടിജന്റ് ചാർജസിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതുപോലെ ഇത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മിസലേനിയസ് ഹെഡ് എന്ന് പറയുന്ന, അതായത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിസലേനിയസ് തുകകൾ ആ ഹെഡിൻ്റെ അണ്ടറിലാണ് ഈ ലോസ് പിന്നീട് രേഖപ്പെടുത്തുന്നത്. In case of loss where a claim once drawn has to be redrawn for the purpose of disbursement to the claimants, the amounts redrawn should be debited to the head special advances and when it recovers credited to the same head. ഇപ്പോൾ ഒരു ക്ലെയിമിന് കൊടുക്കേണ്ട തുകയാണ് നഷ്ടപ്പെട്ടത്, അപ്പോൾ അത് പിന്നീട് റീഡ്രോ ചെയ്യും, ഇദ്ദേഹത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ റീഡ്രോ ചെയ്യുന്ന തുക എന്ത് ചെയ്യും, അത് സ്പെഷ്യൽ അഡ്വാൻസസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഇത് ഡെബിറ്റ് ചെയ്ത് വെക്കുന്നത് തൽക്കാലത്തേക്ക്. പിന്നീട് ഇത് എപ്പോഴാണോ റിക്കവർ ചെയ്യുന്നത്, കൺസേൺഡ് ഉദ്യോഗസ്ഥൻ്റെ അത് റിക്കവർ ചെയ്യും, ആ പണനഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ആ റിക്കവർ ചെയ്യുന്ന തുക പിന്നീട് ആ സെയിം ഹെഡിലേക്ക്, സ്പെഷ്യൽ അഡ്വാൻസസിൻ്റെ ആ സെയിം ഹെഡിലേക്ക് തന്നെ അത് റിക്കവർ ചെയ്യും, അത് വകയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ആസ് എ ലോസ് അണ്ടർ ദ റെലവൻറ്റ് ഹെഡ് വിത്ത് ദ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഇനി അതല്ല, ഇനി സർക്കാർ ഇത് എഴുതി തള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നീട് ലോസായിട്ട് സർക്കാരിൻ്റെ ലോസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഏതാണോ അതിൻ്റെ കൺസേൺ ഹെഡിലേക്കാണ് അത് പിന്നീട് അത് വകയിരുത്തുന്നത്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ പ്രത്യേക സാങ്ഷൻ വേണം അങ്ങനെ റൈറ്റ് ഓഫ് നടത്തണമെങ്കിൽ. അപ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അത് ആ കൺസേൺഡ് ഹെഡിലേക്ക് പിന്നീട് അത് വകയിരുത്തും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ചാപ്റ്റർ 6 ഇത്രയേ ഉള്ളൂ. ആകെ 79 മുതൽ 85 വരെയുള്ള ആർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾസ് ഒന്നും ഒരിക്കലും ഒരു ചോദ്യകർത്താവിന് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ചില ചോദ്യങ്ങളാണത്. അപ്പോൾ ഇതിനകത്തൊരു സിമ്പിൾ സ്ട്രാറ്റജി ഈ ചോദ്യങ്ങളുമായിട്ട് പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ അക്സെപ്റ്റൻസ് ഓഫ് കൗണ്ടർഫൈറ്റ് കോയിൻസ് ഓർ നോട്ട് ഷാൽ ബി റിഗാർഡഡ് ആസ്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഇറഗുലർ പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ ബി യൂഷ്വൽ പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ സി എ ലോസ് ഓഫ് ക്യാഷ്, ഓപ്ഷൻ ഡി ഇന്നെവിറ്റബിൾ ലോസ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, എനി റിക്കവറി മെയ്ഡ് ആഫ്റ്റർ ദ അക്കൗണ്ട്സ് ഓഫ് ദ ഇയർ ആർ ക്ലോസ്ഡ് ഷാൽ ബി ഷോൺ ആസ്. അതായത് അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്ന റിക്കവറി,
The option A, revenue receipt. Option B, deduction in receipt. Option C, an item of receipt. Option D, a minus entry on the payment side. മൂന്നാമത്തെ question, an overpayment of pay shall be debited to the head. ഒത്തിരി പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട് ഈ ചോദ്യം. ഓപ്ഷൻ എ, സാലറീസ്. ഓപ്ഷൻ ബി, മിസലേനിയസ്. ഓപ്ഷൻ സി, റെഗുലർ. ഓപ്ഷൻ ഡി, അൺയൂഷ്വൽ. നാലാമത്തെ ചോദ്യം, റൂൾസ് റിലേറ്റിംഗ് ടു എക്സിബിഷൻ ഓഫ് ലോസസ് ഇൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ലോസുകൾ എങ്ങനെ രേഖപ്പെടുത്തണം എന്നുള്ള പ്രത്യേക നിയമങ്ങളൊക്കെ ആരാണ് ഇഷ്യൂ ചെയ്യണമെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഓപ്ഷൻ എ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓപ്ഷൻ ബി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓപ്ഷൻ ഡി, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസൊക്കെ രേഖപ്പെടുത്തുക, അവസാനം വന്ന് നോക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഇഫ് എ ക്ലെയിം ബി റിലിംക്വിഷ്ഡ് ദ വാല്യൂ ഓഫ് ദ ക്ലെയിം ഷാൽ. ഓപ്ഷൻ എ, റിട്ടൺ ഓഫ്. ബി, റെക്കോർഡഡ് ആസ് എ സ്പെസിഫിക് ലോസ്. സി, ഡിഡക്ട് ഫ്രം റവന്യൂ. ഓപ്ഷൻ ഡി, നോട്ട് ബി റെക്കോർഡഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ആസ് എ സ്പെസിഫിക് ലോസ്. ആറാമത്തെ ചോദ്യം, ഇൻ ദ അക്കൗണ്ട്സ് all losses of deficiencies should be recorded under separate heads. B, publications. C, depreciation. D, other charges. ഏഴാമത്തെ ചോദ്യം, loss of cash due to acceptance of counterfeit coins is adjusted in which head of account. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് അത് വരുന്നതെന്നാണ്. ഓപ്ഷൻ എ, സസ്പെൻസ്. ഓപ്ഷൻ ബി, മിസലേനിയസ്. ഓപ്ഷൻ സി, ഡിഡക്ഷൻ ഇൻ എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. എട്ടാമത്തെ ചോദ്യം, ലോസ് ഓഫ് ക്യാഷ് വിച്ച് ഈസ് റിട്ടൺ ഓഫ് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് എ ഡാഷ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കൺസേൺഡ്. ഓപ്ഷൻ എ, ഓഫീസ് എക്സ്പെൻസ്. ഓപ്ഷൻ ബി, എസ്റ്റാബ്ലിഷ്മെന്റ്. ഓപ്ഷൻ സി, അൺഫോർസീൻ എക്സ്പെൻസ്. ഓപ്ഷൻ ഡി, കണ്ടിജന്റ് ചാർജ്. ഒൻപതാമത്തെ ചോദ്യം, any recovery made in the course of the year in which the losses are brought to account shall be shown. Option A, as an item of advance. Option B, as an item of receipt. Option C, deduction from the head under which the loss is recorded. Option D, none of these. ഇനി അതിൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ 9 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെത്താൻ അത് ട്രൈ ചെയ്ത് നോക്കുക, എത്ര എണ്ണം അത് ശരിയാവുന്നുണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് ആ ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ സി, 2C, 3A, 4B, 5D, 6A, 7B, 8D, 9C. അപ്പോൾ ഇതോടെ നമ്മുടെ കേരള അക്കൗണ്ട് കോഡിൻ്റെ വോളിയം 1 എന്ന് പറയുന്ന പുസ്തകം ഇവിടെ തീരുകയാണ്. ആകെ 7 വീഡിയോസാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വെറും 85 ആർട്ടിക്കിൾസ് ഉള്ള വളരെ ചെറിയൊരു പുസ്തകമാണിത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു, ഇനി നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിന് ഇനി പുസ്തകം നിങ്ങൾക്ക് വേണമെന്ന് തന്നെ ഇല്ല. ഈ വീഡിയോസ് വെറും എല്ലാം കൂടി ഒരു 90 മിനിറ്റിൻ്റെ വീഡിയോസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് 2-3 വട്ടം കേട്ട് ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പരിചയത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അക്കൗണ്ട് കോഡ് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അക്കൗണ്ട് കോഡ് യഥാർത്ഥത്തിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷകളിൽ താരതമ്യേന പ്രയാസമേറിയ ഒരു പുസ്തകമാണ്. പക്ഷേ ഇതിലെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബ്രീഫിംഗ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും, യാതൊരു സംശയം വേണ്ട. ഏകദേശം 100ഓളം ചോദ്യങ്ങളും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്. അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ചോദ്യങ്ങളൊന്നും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി വട്ടം ചോദിക്കാത്ത ചോദ്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ചോദ്യ മാതൃകകളൊക്കെ ആയിട്ട് പരിചയപ്പെടുക, വീഡിയോസ് ആവർത്തിച്ച് കാണുക, പരീക്ഷ നന്നായി എഴുതുക. അപ്പോൾ ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.